ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മത്തായി 7:13-14. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇടുക്കുവാതിൽ കൂടെ അകത്ത് കടക്കുക. പ്രയാസമുള്ള ഒരു കാര്യമാണ് കർത്താവ് ഈ വേദഭാഗത്ത് നമ്മളോട് പറയുന്നത്. നമുക്ക് മുൻപോട്ട് പോകാൻ സുഖപ്രദവും അനുകൂലവും മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാത്തതുമായ വീതിയുള്ള വിശാലമായ വഴികളുണ്ട്. എന്നാൽ അതിൻ്റെ ഒടുക്കം വളരെ പ്രയാസകരമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇടുക്കുവാതിൽ കൂടി അകത്ത് കടക്കാൻ നമ്മൾ പോരാടേണ്ടതാണ്. രാജ്യത്തിൽ കടക്കാൻ വലിയ പോരാട്ടം അല്ലെങ്കിൽ ബലാത്കാരം ആവശ്യമായിരിക്കുന്നു. മത്തായി 11-ാം അധ്യായത്തിലും ലൂക്കോസ് 16-ാം അധ്യായത്തിലുമൊക്കെ ഈ ഒരു സൂചന നൽകുന്നുണ്ട്. ബലാത്കാരം ചെയ്യുന്നു എന്നുള്ളതിൻ്റെയും ബലാത്കാരികൾ എന്നുള്ളതിൻ്റെയും ഗ്രീക്ക് പദങ്ങൾ ബൈസോ എന്നും ബൈസ്റ്റസ് എന്നുമാണ്. വളരെയധികം ശക്തി പ്രയോഗിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇടുക്കുവാതിലിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ നേരെ നടക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മുറിവുകളും മുറിപ്പാടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുന്നിലുള്ളത് ചിലപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ പ്രയാസമുള്ള വാതിലിലൂടെ മാത്രമേ നിത്യ ജീവങ്കലേക്ക് കടന്നു പോകാൻ കഴിയൂ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക. നമ്മുടെ വാതിൽ ക്രിസ്തുവാണ്. അവൻ ആടുകളുടെ വാതിലാണ് എന്ന് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ വായിക്കുന്നു. വഴിയും സത്യവും ജീവനുമാണ്. വാതിലിടുങ്ങിയതാണ് കാരണം അതിൻ്റെ വ്യവസ്ഥയിൽ കലർപ്പും മായവും ഇല്ല എന്നുള്ളതാണ്. അവനിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. രക്ഷിക്കാൻ പറ്റിയ മറ്റ് യാതൊരു നാമവുമില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വിശുദ്ധ പത്രോസ് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. അപ്പോൾ ക്രിസ്തു മാർഗം വിശാലതയുടെയോ സുരക്ഷിതത്വത്തിൻ്റെയോ ഒന്നും മാർഗമല്ല. മുറിവിൻ്റെയും അപകടത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഇടുക്കങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഒക്കെ ഒരു മാർഗമാണ്. ഇത് തിരഞ്ഞെടുക്കാനാണ് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. കർത്താവിനെ സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ, ആ കൂടെ ചേരാൻ കടന്നു എന്നവരോടെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അങ്ങനെയുള്ള ഒരാളിനെ എന്തിനാണ് നിങ്ങൾ അനുഗമിക്കുന്നത് എന്ന ചോദ്യം. ക്രിസ്തു മാർഗത്തിൽ ചരിക്കുമ്പോൾ വാതിലുകൾ ഇടുക്കമുള്ളതായിരിക്കും. എന്നാൽ ഇന്ന് ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയും ലാഭത്തിന് വേണ്ടിയും ധനസമ്പാദനത്തിന് വേണ്ടിയും ഈ മാർഗത്തെ തിരഞ്ഞെടുക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെല്ലാം വേദപുസ്തക വിരുദ്ധമായ ജീവിതശൈലിയാണ് എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ ഇടുക്കവാതിലിന് വിരുദ്ധമായി നാശത്തിലേക്ക് പോകുന്ന വഴിയാണ് വീതിയും വിസ്താരവുമുള്ളതായി രേഖപ്പെടുത്തുന്നത്.
അനേകർ അതിൽ കൂടി പോകും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. ഒരുവൻ തൻ്റെ താല്പര്യങ്ങളിൽ ഇടുക്കമുള്ളവനായിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിലുണ്ട്. ചിലപ്പോൾ ഒരു മനുഷ്യന് വഴി ചൊവ്വായി തോന്നും, എന്നാൽ അതിൻ്റെ അവസാനം മരണമത്രേ. സദൃശവാക്യം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വാതിൽ, നമ്മൾ നടന്നു പോകേണ്ട വഴികൾ അതിടുക്കമുള്ളതാണ്. ആ പാത തിരഞ്ഞെടുക്കാൻ കർത്താവ് നമുക്ക് ശക്തമായ ആഹ്വാനം നൽകി നമ്മെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പകൽക്കാല ജീവിതത്തിൽ കർത്താവെ, കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിശാലമായ വഴികളല്ല, ഇടുക്കമുള്ളതിനെ തെരഞ്ഞെടുപ്പാനുള്ള വൈഭവവും ബുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.